സ്റ്റുഡൻസ്, വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചർ. സോ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലെ. അപ്പോൾ എല്ലാവരും നമ്മുടെ +2 എക്സാമും കീം എക്സാമും ഒക്കെ കഴിഞ്ഞ് ഒരു ഇഷ്ടപ്പെട്ട കോഴ്സും ഇഷ്ടപ്പെട്ട കോളേജും ഒക്കെ സെലക്ട് ചെയ്ത് ഇരിക്കുകയായിരിക്കും. സോ ആ എഞ്ചിനീയറിംഗ് ജേർണിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോർ പേപ്പറുകളുടെ കൂടെ തന്നെ പഠിക്കാൻ 3 സയൻസ് പേപ്പേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ്. ഈ 3 സയൻസ് പേപ്പേഴ്സും നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിൽ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, കോർ പേപ്പേഴ്സിന്റെ കൂടെ തന്നെ. സോ ഈ 3 സയൻസ് പേപ്പേഴ്സും എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, എഞ്ചിനീയറിംഗിന് ഫ്യൂൽ ചെയ്യുന്ന 3 ആൾക്കാരാണ് ഈ 3 സയൻസ് പേപ്പേഴ്സും അല്ലെ. ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഇല്ലാണ്ട് എഞ്ചിനീയറിംഗ് ഇല്ല. ഓക്കെ, അതുപോലെ അതിൽ തന്നെ ഈ മാത്തമാറ്റിക്സ് ഇല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഫിസിക്സും കെമിസ്ട്രി ഇല്ലാന്ന്. മാത്തമാറ്റിക്സ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ഫിസിക്സ്, കെമിസ്ട്രി ഓർ എനി അതർ സയൻസ്. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ ഒക്കെ ലാംഗ്വേജ് അല്ലെങ്കിൽ അതിന്റെ ഒക്കെ ഒരു ടൂൾ ആണ് മാത്സ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളിപ്പോ എന്തൊരു കാൽക്കുലേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാത്സ് വേണം അല്ലെ. ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും സോഫ്റ്റ്വെയറോ കാര്യങ്ങളോ ഒക്കെ അതിന്റെയൊക്കെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് മാത്തമാറ്റിക്സ് ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് ആണ് അത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു മാത്തമാറ്റിക്സ് പേപ്പർ പഠിച്ചിരിക്കുക എന്നുള്ളത്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന കുറേ അധികം പേപ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ അൽഗോരിതം അനാലിസിസ് ആണെങ്കിലും, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഡിസൈൻ ആണെങ്കിലും, കമ്പൈലർ ഡിസൈൻ ആണെങ്കിലും, ഫ്ലാറ്റ് ടോക്ക്, അതായത് ഫോർമൽ ലാംഗ്വേജ് ആൻഡ് ഓട്ടോമാറ്റ തിയറി, തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ, ഇങ്ങനെ ഏതൊരു പേപ്പർ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അവിടെയൊക്കെ നിങ്ങൾക്ക് നമ്മൾ ഈ മാത്സ് പേപ്പേഴ്സിൽ പഠിക്കാൻ പോകുന്ന ഈ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് അവിടെയൊക്കെ വരും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സെമ്മിൽ മാത്രമല്ല, സെക്കൻഡ് സെമ്മ്, തേർഡ് സെമ്മ്, ഫോർത്ത് സെമ്മ്, ഓക്കെ, ഇങ്ങനെ 4 സെമ്മുകളിലും നിങ്ങൾക്ക് ഒരു മാത്സ് പേപ്പർ ഉണ്ടാവും. ഓക്കെ, സോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മാത്തമാറ്റിക്സ് ഫോർ ഇൻഫോർമേഷൻ സയൻസ് 1 എന്ന് പറയുന്ന നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിലെ മാത്സ് പേപ്പറിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ സെക്കൻഡ് സെമ്മിലേക്ക് വരുമ്പോൾ അത് മാത്തമാറ്റിക്സ് ഫോർ ഇൻഫോർമേഷൻ സയൻസ് 2 ആവും. തേർഡ് സെമ്മിലേക്ക് വരുമ്പോൾ അത് മാത്തമാറ്റിക്സ് ഫോർ ഇൻഫോർമേഷൻ സയൻസ് 3 ആവും. ഫോർത്തിലേക്ക് വരുമ്പോൾ മാത്തമാറ്റിക്സ് ഫോർ ഇൻഫോർമേഷൻ സയൻസ് 4 ആവും. ഓക്കെ, അപ്പൊ 4 സെമ്മുകളിലാണ്. എല്ലാ സെമ്മിലൊന്നും നിങ്ങൾ മാത്സ് പഠിക്കണമെന്നില്ല. 4 സെമ്മുകളിൽ, ആദ്യത്തെ 4 സെമ്മുകളിൽ മാത്രം മാത്സ് പേപ്പേഴ്സ് പഠിക്കാനുള്ളൂ. ഓക്കെ, അടുത്ത സെമ്മിൽ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു കോർ സബ്ജക്ട് ഉണ്ട് ഇതിന്റെ കൂടെ തന്നെ. ഓക്കെ, അപ്പം അത് വേറെ പേപ്പർ തന്നെയാണ്. അത് നിങ്ങളുടെ കോർ പേപ്പർ ആയിട്ട് തന്നെ വരുന്നതാണ്. ഓക്കെ, അത് കുറച്ചും കൂടെ ഒരു ഹയർ ലെവലിലുള്ള ഒരു പേപ്പറാണ്. സോ മാത്തമാറ്റിക്സ് ഫോർ ഇൻഫോർമേഷൻ സയൻസ് 1 ഒന്നുമില്ല, നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലെ, നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ഗ്രൂപ്പ് എക്കാരായിരിക്കണം ഇവിടെ ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, കാരണം മെക്കിന്, സിവിലിന്, അതുപോലെ EEE ഈ 4 ബ്രാഞ്ചുകൾക്ക് ഗ്രൂപ്പ് ബിക്കും സിക്കും ഡിക്കും വേറെ മാത്സുകളാണ് വരുന്നത്. ഓക്കെ, വേറെ മാത്സ് ആണ്. ഗ്രൂപ്പ് ബിക്കും സിക്കും വരുന്നത് മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസ് 1 ആണ്. സോ ഇത് ഗ്രൂപ്പ് എക്കാരുടെ കമ്പ്യൂട്ടർ സയൻസ്, IT അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ബ്രാഞ്ചുകളുടെ മാത്സ് പേപ്പർ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ കോഡാണ് GAMAT 101. ഓക്കെ, ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കലിന്റെ GYMAT ആണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ്. സോ നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്തിനാ അപ്പൊ ഞങ്ങൾ ഇനിയും മാത്സ് പഠിക്കുന്നത്, മാത്സിന്റെ ആവശ്യമുണ്ടോ എന്ന്. ഓക്കെ, പക്ഷേ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം മാത്സ് ആണ് നിങ്ങളിപ്പോ ഒരു പ്രോഗ്രാം നിങ്ങൾ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു മെഷീൻ ലേണിംഗ് മോഡൽ നിങ്ങൾ ട്രെയിൻ ചെയ്യാണ് എന്നൊക്കെ ആണെങ്കിലും അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടാവും. അവിടെ ഒപ്റ്റിമൈസേഷൻ വരുന്നുണ്ടാവും, റിഗ്രഷൻ വരുന്നുണ്ടാവും, ദെൻ നമ്മുടെ ഫൈനൈറ്റ് എലിമെന്റ് മെത്തേഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ വരും. ഓക്കെ, ഇപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കുകയാണെങ്കിൽ അതിൽ ഗ്രാഫ് തിയറി വരുന്നുണ്ട്, ഒപ്റ്റിമൈസേഷൻ വരുന്നുണ്ട്, ദെൻ വെക്ടേഴ്സ്, മെട്രിസസ്, ഡാറ്റയെ നമ്മൾ മെട്രിസസ് ആയിട്ടാണ് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യാറ്. ഓക്കെ, സോ മാത്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, സോ കാരണം നിങ്ങളുടെ ഈ ഒരു ഡാറ്റ നിറഞ്ഞ വേൾഡിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ഏറ്റവും അധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ടൂളാണ് മാത്തമാറ്റിക്സ്. ഓക്കെ, മെക്കിനും സിവിലിനും ഒക്കെ കാൽക്കുലേഷൻസും കാര്യങ്ങളും ഒക്കെ കൂടുതലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതൊരു ടൂളാണ്. നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിൽ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ ഈ ഒരു ജേർണി കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേപ്പറാണ് നമ്മുടെ ഈ മാത്തമാറ്റിക്സ് ഫോർ ഇൻഫോർമേഷൻ സയൻസ് 1 എന്ന് പറയുന്നത്. ഓക്കെ, സോ +1 ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട്
+2 വരെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഓരോ കോൺസെപ്റ്റും നിങ്ങൾ അന്ന് കുറെ കേട്ടിട്ടുണ്ടാവും, എന്തിനാ ഈ മാത്സ് പഠിക്കണം എന്നൊക്കെ. സോ അതിന്റെ ഒരു ആൻസർ ആണ് നിങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഇനി ഓരോ സബ്ജക്റ്റുകളും പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് നിങ്ങൾ ആ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റുകൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, എത്രത്തോളം ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. വെറുതെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല മാത്സ്. അത് നമ്മുടെ ഓരോ സിസ്റ്റത്തിനും, ഇപ്പൊ പുതിയതായിട്ട് വരുന്ന മോഡേൺ ടെക്നോളജി ആണെങ്കിലും പണ്ടത്തെ ടെക്നോളജി ആണെങ്കിലും ഒക്കെ എല്ലാത്തിന്റെയും ലാംഗ്വേജ് മാത്തമാറ്റിക്സ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, കോഴ്സ് സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ എല്ലാവരും മാത്സ് ഒക്കെ ഇഷ്ടപ്പെട്ട് ഉള്ള ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും അല്ലെ. കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് തന്നെ മാത്സ് ഇഷ്ടപ്പെട്ട് എടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കും. സോ ആ ഇഷ്ടപ്പെട്ടെടുത്തിട്ടുള്ള ആൾക്കാർക്ക് അതിനെ ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഇവോൾവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അത്രയും മനസ്സിലാവും, ഇത് ഓരോന്നും ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഈ ഒരു പേപ്പർ ഞാൻ പറഞ്ഞു ഗ്രൂപ്പ് എക്കാരുടെ പേപ്പറാണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്രൂപ്പ് എക്കാരുടെ പേപ്പറാണ്. സോ നിങ്ങളുടെ കോഴ്സ് കോഡ് വരുന്നത് GAMAT 101. സോ നിങ്ങൾ കോഴ്സ് കോഡ് പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം GYMAT 101 ആണ് ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസുകാരുടെ മാത്സ്. നിങ്ങളുടെ മാത്സ് ഗ്രൂപ്പ് എ ആയതുകൊണ്ട് GAMAT 101 ആണ് കോഴ്സ് കോഡ്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് എക്കാരുടെ മാത്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി ഇൻ കേസ് നിങ്ങൾ സിലബസ് നോക്കുകയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് കോഡ് വേണം സെർച്ച് ചെയ്ത് നോക്കാൻ. അല്ലാണ്ട് മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ് എന്ന് അടിക്കുന്നതിനേക്കാളും നല്ലത് ഈ കോഴ്സ് കോഡ് കറക്റ്റ് ആയിട്ട് അടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് 101 ആവണം. 201 ആയാലും അത് S2 മാത്സ് ആവും. 301 S3 ആൻഡ് 401 S4. ഓക്കെ, സോ GAMAT 101 ആണ് നമ്മുടെ കോഴ്സ് കോഡ്. ഓക്കെ, സോ അത് മൈൻഡിൽ വെക്കുക കേട്ടോ. ഇനി അടുത്തത് നിങ്ങളുടെ ഇന്റേണൽ എക്സാം, നിങ്ങളുടെ മാർക്കിംഗ് പാറ്റേൺ ഒക്കെ എങ്ങനെയാണെന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ 40 മാർക്കാണ് ഇന്റേണൽ എക്സാമിന് കിട്ടുക. ആൻഡ് സെം എക്സാമിന് നിങ്ങൾ എഴുതി വാങ്ങിക്കേണ്ടത് 60 മാർക്കാണ്. ഓക്കെ, സോ ഇന്റേണൽ എക്സാമിന്റെയും സെം എക്സാമിന്റെയും ഒക്കെ പാറ്റേൺ നമുക്ക് വഴിയെ കാണാം. ഓക്കെ, അപ്പൊ ടോട്ടൽ 100 മാർക്കിനാണ് നിങ്ങൾക്ക് ഇവിടെ എന്തുണ്ടാവുക, നിങ്ങൾക്ക് അസസ്മെന്റ് ഉണ്ടാവുക, എക്സാം ഉണ്ടാവുക. ഓക്കെ, അതിൽ 40 മാർക്ക് ഇന്റേണലും 60 മാർക്ക് സെം എക്സാമിന്റെ മാർക്കും. ഓക്കെ, ആൻഡ് ഇതൊരു 3 ക്രെഡിറ്റ് പേപ്പർ ആണ്. ഓക്കെ, ഇത് കോർ പേപ്പർ അല്ല, മാത്സ് പേപ്പർ ആണ്. സോ ഇതൊരു 3 ക്രെഡിറ്റ് പേപ്പർ ആണ്. ആൻഡ് നിങ്ങൾക്ക് എക്സാം വരുന്നത് 2.5 മണിക്കൂറിന്റെ എക്സാം ആണ്. ഓക്കെ, 2.5 hours ആണ് നിങ്ങൾക്ക് എക്സാം ടൈം ഉള്ളത്. സോ ഈ 2.5 hours കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു 60 മാർക്കിന്റെ പേപ്പർ ആയിരിക്കും. ഓക്കെ, ഐ തിങ്ക് ഒന്നും കൂടെ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കലുകാർക്ക് ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് വരുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. ഓക്കെ, മേ ബി ഈ സെമ്മിൽ കുറച്ചധികം കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും അടുത്ത സെമ്മൊക്കെ ആവുമ്പോൾ അവരെക്കാളും കുറച്ചും കൂടെ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ വരുന്നതിന് മുന്നേ യു ഷുഡ് ഹാവ് എ ബേസിക് നോളജ് ഇൻ സിംഗിൾ വേരിയബിൾ കാൽക്കുലസ്. ഓക്കെ, കാരണം നമ്മൾ ഇതില് കുറച്ചും കൂടെ കാൽക്കുലസ് നിങ്ങൾക്ക് അറിയാം. കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ എന്താ? കാൽക്കുലസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഫറൻഷിയേഷൻ, ഇന്റഗ്രേഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാൽക്കുലസിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് അല്ലെ. കാൽക്കുലസിന്റെ ഒരു ചെറിയ വേർഷൻ നിങ്ങൾ +1 +2 ഒന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അതിലൊരു ബേസിക് നോളജ് ഉള്ള ആൾക്കാരായിരിക്കും കാൽക്കുലസിൽ, ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും ഒക്കെ അല്ലെ. അപ്പോ ആ കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ മെയിൻ ആയിട്ട് വേണ്ടത്. ഓക്കെ, ഒന്നുമില്ല, വേറെ ഒന്നും വേണമെന്നില്ല. നമുക്ക് ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും ഒക്കെ ചെറുതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ മതി. ഓക്കെ, ദെൻ ഇതൊരു തിയറി പേപ്പർ ആണ്. സോ പ്രാക്ടിക്കൽ ഒന്നും അല്ല. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാൽക്കുലേഷന് നോളജ് ഇല്ലാന്നുണ്ടെങ്കിലും നമ്മൾ ബേസിക് തൊട്ട് തന്നെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആരും പേടിക്കൊന്നും വേണ്ട. ഓക്കെ, സോ നമ്മുടെ ഇന്റേണൽ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്, ഇന്റേണൽ മാർക്കും കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ആവുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇന്റേണൽ എക്സാം 40 മാർക്കിനാണ് ടോട്ടൽ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ. അപ്പൊ ഈ 40 മാർക്കില് 5 മാർക്ക് നിങ്ങൾക്ക് അറ്റൻഡൻസ് എന്നും ദെൻ 15 മാർക്ക് പ്രൊജക്ട് എന്നും കിട്ടണം. ഓക്കെ, അറ്റൻഡൻസിന് മാർക്ക് ഉണ്ട്, പ്രൊജക്ടിന് മാർക്ക് ഉണ്ട്. ദെൻ വരുന്ന ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഇന്റേണൽ എക്സാം 1ഉം ഇന്റേണൽ എക്സാം 2ഉം.
ഓക്കെ, നിങ്ങൾക്ക് സെം എക്സാം മാത്രമല്ല, ഈ സെമ്മിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഇന്റേണൽ എക്സാംസ് 1ഉം 2ഉം നടക്കും. ആ ഫസ്റ്റ് ഇന്റേണലിലും സെക്കൻഡ് ഇന്റേണലിലും നന്നായിട്ട് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഒരു ഇന്റേണൽ എക്സാമിന്റെ മാർക്ക് നമ്മുടെ ഇന്റേണൽ ഇവാലുവേഷൻ ആഡ് ചെയ്യപ്പെടും. സോ അത് നമ്മുടെ ടോട്ടൽ മാർക്കിലും ആഡ് ചെയ്യപ്പെടും അല്ലെ. അപ്പൊ നിങ്ങൾ ഇന്റേണൽ എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഇന്റേണൽ എക്സാമിന്റെ മാർക്ക് വെയിറ്റേജ് 10ഉം സെക്കൻഡ് ഇന്റേണലിൽ 10ഉം ആണ്. ഓക്കെ, അപ്പൊ ഇത് എക്സാം നിങ്ങൾക്ക് 10 മാർക്കിന് ഇടുന്നല്ല, അവിടെ ചിലപ്പോൾ 20 മാർക്ക് ആവാം, 25 ആവാം, 30 ഒക്കെ ആവാം. അതിനെ 10ലേക്ക് റെഡ്യൂസ് ചെയ്തിട്ടാണ് കൊണ്ടുവരിക എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇന്റേണൽ എക്സാംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്റേണലിന് മാർക്ക് പോയിട്ട് എക്സ്റ്റേണൽ എക്സാമിന് മാർക്ക് ഉണ്ടായിട്ടും ഇന്റേണലിന് മാർക്ക് പോയിട്ട് ഫെയിൽ ആവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും പഠിച്ചിട്ട് തന്നെ പോവാം. ഓക്കെ, സെമ്മിന്റെ ഇടയിൽ തന്നെയാണ് എക്സാം വരുന്നത്. സോ അതുകൊണ്ട് തന്നെ സെമ്മിന്റെ ലാസ്റ്റ് സെം എക്സാമിന്റെ തലേന്നിരുന്ന് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ എക്സാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും അല്ലെ. അപ്പൊ ഒന്നുമില്ല, നമ്മുടെ കൂടെ തന്നെ പഠിച്ചു പോവാ. ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്ലാന് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കൂടെ തന്നെ പഠിച്ചു പോയാൽ മതി. കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആക്കി പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റേണൽ എക്സാം പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇന്റേണൽ എക്സാം. ഓക്കെ, സോ കാരണം മാത്രമല്ല 2 മൊഡ്യൂൾസേ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും ഇന്റേണൽ എക്സാമിന്, ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അപ്പോ ഇന്റേണൽ മാർക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് സെം എക്സാമിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ സെം എക്സാമിന്റെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും സെം എക്സാം, KTUന്റെ സെം എക്സാം നിങ്ങൾ ആദ്യമായിട്ടാണ് എഴുതാൻ പോകുന്നത് അല്ലെ. നിങ്ങൾ +2ത്തെ ബോർഡ് എക്സാം, 10ലെ ബോർഡ് എക്സാം, കീം എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ KTUയുടെ സെം എക്സാം നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പോ ആ KTUയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ KTUയുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമുക്ക് 2 പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയുള്ള 60 മാർക്കിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ 2 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ ഫസ്റ്റ് പാർട്ട് A ആൻഡ് സെക്കൻഡ് പാർട്ടിനെ പാർട്ട് B. അപ്പൊ ഈ പാർട്ട് എയില് നമുക്ക് കമ്പൽസറി ആയിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആയിട്ട് ആൻസർ ചെയ്യേണ്ട ഒരു പാർട്ടാണ് പാർട്ട് A. സോ പാർട്ട് എയിൽ നിങ്ങൾക്ക് ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അതിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതമാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ടോട്ടൽ ഈ ഒരു പേപ്പറിൽ 4 മൊഡ്യൂൾസ് ആണ്. ഓക്കെ, 24 സ്കീമിന് 4 മൊഡ്യൂൾസ് ആണുള്ളത്. സോ ആ 4 മൊഡ്യൂളിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതം ചോദിക്കും. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക്. അങ്ങനെയാണ് ഫസ്റ്റ് പാർട്ട് എയിലുള്ളത്. ഓക്കെ, സോ പാർട്ട് A contain 2 questions from each module. നമ്മുടെ ആ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതം പാർട്ട് എയിൽ ഉണ്ടാവും. ആൻഡ് ടോട്ടൽ ഓഫ് 8 questions, അങ്ങനെ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. 2 into 4 8 questions ഉണ്ടാവും. ഈച്ച് ക്യാരിങ് 3 marks. ഓരോ ക്വസ്റ്റ്യന് എത്ര മാർക്കാണ്? 3 മാർക്കാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ടോട്ടൽ പാർട്ട് എയിൽ നിങ്ങൾക്ക് 8 into 3 = 24 മാർക്സ് ആണ് പാർട്ട് എയിൽ മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ക്ലിയർ ആയോ? ഓക്കെ, പാർട്ട് എയുടെ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയാണ്. പാർട്ട് എയിൽ വലിയ ഹെവി ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല, കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ആ പാർട്ട് എ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, കാരണം പാർട്ട് എ ആണ് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, കുട്ടികളെ കുഴപ്പിക്കാറുള്ളതും മാർക്ക് പോവാറുള്ളതും ഒക്കെ പാർട്ട് എയിലാണ്. കാരണം മാത്രം എന്താന്ന് വെച്ചാൽ പാർട്ട് ബിയിൽ നമുക്ക് എങ്ങനെയെങ്കിലും ചോയ്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ പാർട്ട് എയിൽ നമുക്ക് ചോയ്സ് ഇല്ല. പാർട്ട് എയിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കമ്പൽസറി ആയിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ, സോ അത് ശ്രദ്ധിച്ച് അതിന്റെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ദെൻ പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ പാർട്ട് ബി എല്ലാം കമ്പൽസറി അല്ല. ഓക്കെ, പക്ഷെ എല്ലാ മൊഡ്യൂളിൽ നിന്നും നമുക്ക് 2 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാവും. 4 മൊഡ്യൂൾസിൽ നിന്നും നമുക്ക് 2 ഓർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോ ഒരു മൊഡ്യൂള് ഫസ്റ്റ് മൊഡ്യൂൾ ആണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു ക്വസ്റ്റ്യൻ ഓർ വേറൊരു ക്വസ്റ്റ്യൻ. സോ അതിൽ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വരും. ആ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്ന് നിങ്ങൾ നോക്കുക. അങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ 4 മൊഡ്യൂളിൽ നിന്നും 8 ക്വസ്റ്റ്യൻസ് ടോട്ടൽ ഉണ്ടാവും. പക്ഷെ ആ 8 ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് വേണ്ട ഓരോ മൊഡ്യൂളിലത്തെയും ക്വസ്റ്റ്യൻ. ഇപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യനിൽ ഏതാണോ വേണ്ടത് അത് അറ്റൻഡ് ചെയ്യുക. സെക്കൻഡ് മൊഡ്യൂളിലത്തെ ഓർ ക്വസ്റ്റ്യനിൽ അത് അറ്റൻഡ് ചെയ്യുക. തേർഡ് മൊഡ്യൂളിലെയും ഫോർത്ത് മൊഡ്യൂളിലെയും എല്ലാ മൊഡ്യൂളിലത്തെയും അറ്റൻഡ് ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് വേണ്ട ഓർ 2 എണ്ണം ഉണ്ടാവുമല്ലോ, അതിൽ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്താൽ മതി. Okay, so 2 questions will be given from each module. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 questions വീതം ഉണ്ടാവും. Out of which 1 question should be answered. അപ്പൊ ആ 2 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം
ഒരെണ്ണം ആൻസർ ചെയ്യണം. ഓക്കെ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാൻ ഹാവ് എ മാക്സിമം ഓഫ് 3 സബ്ഡിവിഷൻ. അപ്പൊ ഈ ഒരു പാർട്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും സബ് ഡിവിഷൻ ഉണ്ടാവും. ഓക്കെ, ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന്റെ എ പാർട്ടും ബി പാർട്ടും ഒക്കെ ആയിട്ടുണ്ടാവും. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അത് ഉണ്ടാവാണ്ടിരിക്കാം. ഓക്കെ, ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 9 മാർക്സ്. ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാ? 9 മാർക്ക്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എന്തായാലും ഓരോ മൊഡ്യൂളിൽ നിന്ന് മാക്സിമം കിട്ടാവുന്നത് 9 മാർക്കാണ്. ചില കുട്ടികൾ 2 അറ്റൻഡ് ചെയ്തൊക്കെ വെക്കും. ഓക്കെ, എന്നാലും നിങ്ങൾ എന്തായാലും അതിൽ ഒരെണ്ണം കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എന്തായാലും ഒരെണ്ണം കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആ മൊഡ്യൂളിൽ നിന്ന് 9 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ടോട്ടൽ നിങ്ങൾ 4 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് ബിയിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. ആൻഡ് ആ 4 ക്വസ്റ്റ്യൻസ് നിന്നും 9 മാർക്ക് വീതം ടോട്ടൽ 36 മാർക്സിനാണ് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അങ്ങനെ 24 + 36 നിങ്ങൾക്ക് ടോട്ടൽ 60 മാർക്സിനാണ് സെം എക്സാം വരുന്നത്. ഓക്കെ, സോ ഈ 2.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എഴുതണം. സിമ്പിൾ ആണ് അല്ലെ? അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, സമയം കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു പാറ്റേൺ തന്നെയാണ് KTയുടെ ക്വസ്റ്റ്യൻ പേപ്പറിനുള്ളത്. ഓക്കെ, സോ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിനി നമ്മുടെ ഒരു കരിക്കുലം, നമ്മുടെ സിലബസിന്റെ ആ ഒരു PDF നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ആ സിലബസ് എടുത്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്സും അതിന് നിങ്ങൾ റെഫർ ചെയ്യേണ്ട റെഫറൻസ് ബുക്സും ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ മാർക്കറ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറെ ഗൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, പക്ഷെ ആ ഗൈഡുകളെക്കാളും നിങ്ങൾ ഒന്നും കൂടെ റിലയബിൾ ആയിട്ട് നോക്കേണ്ടത്, ഒന്നും കൂടെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഈ സിലബസിൽ തന്നിട്ടുള്ള ഈ ടെക്സ്റ്റ് ബുക്കുകളെയാണ്. ഓക്കെ, കാരണം ഈ ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് KTU സിലബസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ആ ഒരു സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അത് അവിടെ ഈ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഈ പോർഷൻ തൊട്ട് ഈ പോർഷൻ വരെ, സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഈ പോർഷൻ തൊട്ട് ഈ പോർഷൻ വരെ എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക് ആയിട്ട് ഓരോ മൊഡ്യൂളിലും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ ജസ്റ്റ് ഗൈഡുകളെ മാത്രം റിലേ ചെയ്യാണ്ട് നമ്മൾ എന്തായാലും ടെക്സ്റ്റ് ബുക്കുകളുടെ PDF മതി, സോഫ്റ്റ് കോപ്പി മതി, ഹാർഡ് കോപ്പി വേണമെന്ന് ഒരു നിർബന്ധമില്ല. സോ ടെക്സ്റ്റ് ബുക്കുകളുടെ PDF, ഇതിന്റെയൊക്കെ PDF അവൈലബിൾ ആണ്. സോ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും നോക്കുക. അപ്പൊ ഓരോ കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുമ്പോഴും ആ PDF എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നും കൂടെ വെച്ച് വെരിഫൈ ചെയ്യണം. ഓക്കെ, കാരണം ഗൈഡുകളൊക്കെ നോക്കുകയാണെങ്കിലും ഒക്കെ എന്ത് വരും, മിസ്റ്റേക്സ് ഉണ്ടാവും. നമ്മളിവിടെ ക്ലാസ് എടുക്കുക ഈ ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തുകൊണ്ടാണ്, ഗൈഡുകളെക്കാളും നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തുകൊണ്ടാണ്, KTയുടെ ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്കിനി ഏതൊക്കെയാണ് ആ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ നോക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഈസ് തോമസ് കാൽക്കുലസ്. ഓക്കെ, കാൽക്കുലസിന്റെ തന്നെ പല ബുക്കുകളും ഉണ്ട്. സോ തോമസ് കാൽക്കുലസ് എന്ന് പറയുന്ന മോറിസ് ഡി വെയർ, ജോയൽ ഹാസ്, ദെൻ ക്രിസ്റ്റഫർ ഹെയിൽ, പ്രിസമിസലോ ബഗാക്കി, ഈ 4 ഓതേഴ്സിന്റെയും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ പേര് കൊടുക്കണം നിർബന്ധമില്ല. ഓക്കെ, MD വെയർ, J ഹാസ്, ക്രിസ്റ്റഫർ H, അങ്ങനെ ആണ് സാധാരണ പേരുണ്ടാവാറ്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ച് നിങ്ങൾ കറക്റ്റ് ഈ ഓതേഴ്സിന്റെ ബുക്ക് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇതിൽ പിയേഴ്സന്റെ 15th എഡിഷൻ, 2023 15th എഡിഷൻ ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ തോമസ് കാൽക്കുലസ് നല്ലൊരു ബുക്കാ. നമുക്ക് ഇപ്പൊ +2 നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ തന്നെയുള്ള ഒരു ബുക്കാണ്. ഓക്കെ, ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബുക്കാണ്. സോ ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, നിങ്ങൾക്ക് കുറച്ചും കൂടെ അധികം എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ദെൻ അടുത്തതാണ് അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ബൈ എർവിൻ ക്രീസിക്. ഓക്കെ, ഈ ഒരു ബുക്കും ഈ ഒരു പേരും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ 4 സെമ്മുകളിലും ഈ ഒരു ബുക്ക് ടെക്സ്റ്റ് ബുക്ക് ആയിട്ടോ അല്ലെങ്കിൽ റെഫറൻസ് ബുക്ക് ആയിട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ സോഫ്റ്റ് കോപ്പിയോ ഹാർഡ് കോപ്പിയോ ഉണ്ടായിരിക്കേണ്ട ബുക്കാണ്. ഓക്കെ, അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ബൈ എർവിൻ ക്രീസിക്. സോ ഇതിന്റെ പല ഓതേഴ്സും ഉണ്ട് അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ബുക്കിന്. അതിന്റെ എർവിൻ ക്രീസിക് ഓതർ ചെയ്തിട്ടുള്ള ബുക്കാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് അതിന്റെ ജോൺ വില്ലി ആൻഡ് സൺസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള 2016 10th എഡിഷൻ ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, സോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഓരോ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഏതൊക്കെ പോർഷൻസ് ആണ് എടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് റെഫറൻസ് ബുക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു ടേബിളിൽ നമുക്ക് റെഫറൻസ് ബുക്സ് കൊടുത്തിട്ടുണ്ട്. സോ ഏതൊക്കെയാണ് നിങ്ങളുടെ റെഫറൻസ് ബുക്സ് ആയിട്ട് വരുന്നത്? ആദ്യത്തത് കാൽക്കുലസ് എന്ന് പറയുന്ന ബുക്കാണ്. ഓക്കെ, നമ്മുടെ ഹൊവാർഡ് ആൻഡൺ, അയൽ ബിവൻസ്, ദെൻ സ്റ്റീഫൻസ്,
ഡേവിസ്. ഇവർ ഓതർ ചെയ്തിട്ടുള്ള കാൽക്കുലസ് എന്ന് പറയുന്ന വിലി പബ്ലിക്കേഷൻസിന്റെ 2012 10ാമത്തെ എഡിഷൻ ബുക്കാണ് നിങ്ങളുടെ ഒരു റെഫറൻസ് ബുക്ക്. ഓക്കെ, അടുത്ത റെഫറൻസ് ബുക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒപ്റ്റിമൈസേഷൻ ആൽഗോരിതംസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. കാരണം നമ്മളിവിടെ കുറെ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് ഇത്. ഇതിന്റെ രാജേഷ് കുമാർ അറോറ എന്ന് പറയുന്ന ഓതർ ചെയ്തിട്ടുള്ള ബുക്കാണ്. അതിന്റെ ഫസ്റ്റ് എഡിഷൻ 2015 ഫസ്റ്റ് എഡിഷൻ CRC പ്രസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള. ഓക്കെ, അതാണ് നിങ്ങളുടെ നെക്സ്റ്റ് റെഫറൻസ് ബുക്ക് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത റെഫറൻസ് ബുക്ക് ആണ് മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ബൈ റോൺ ലാർസൺ ആൻഡ് ബ്രൂസ് എഡ്വേർഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ സിംഗിൾ വേരിയബിൾ കാൽക്കുലസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ ഈ ഒരു പേപ്പറിൽ നിങ്ങൾ മൾട്ടി വേരിയബിൾ കാൽക്കുലസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ ആ സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് ഇത്. ഓക്കെ, ഇതിന്റെ ബ്രൂക്സ് കോൾ സെൻഗേജ് ലേണിംഗ് ഇവരുടെ ഈ പബ്ലിഷേഴ്സിന്റെ ബുക്കാണ്. ഇതിന്റെ 10ാമത്തെ എഡിഷൻ 2014 ആ ബുക്കാണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ നോളജ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്സ് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ അടുത്തത് കാൽക്കുലസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ബൈ ഗോൾഡ്സ്റ്റീൻ, ഷ്നെയ്ഡർ ആൻഡ് ലേ, ദെൻ അസ്മാർ. ഓക്കെ, ഇവര് ഓതർ ചെയ്തിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് ബുക്കും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഇത് പിയേഴ്സന്റെ ആണ്. 14th എഡിഷൻ 2018 14th എഡിഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് റെഫറൻസ് ബുക്കാണ് ബേർഡ്സ് ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. ഇത് നമ്മുടെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര യൂസ് ആവുന്ന ഒരു ബുക്കാണ്. നമ്മുടെ ജോൺ ബേർഡ് എന്ന് പറയുന്ന ഓതറിന്റെ ബേർഡ്സ് ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ തന്നെ പല വേർഷനും ഉണ്ട്. ഇതിലെ ജോൺ ബേർഡിന്റെ ബുക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, ആൻഡ് ഇത് ടൈലർ ആൻഡ് ഫ്രാൻസിസ് പബ്ലിഷേഴ്സിന്റെ ആണ്. ഇതിന്റെ 2021 9th എഡിഷൻ ആണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ദെൻ ലാസ്റ്റ് റെഫറൻസ് ബുക്ക്. ഓക്കെ, ഇത് നമ്മുടെ ഇന്ത്യൻ ഓതർ ആയിട്ടുള്ള BV രമണയുടെ ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ബുക്കാണ്. ഓക്കെ, ഇത് നല്ലൊരു ബുക്കാണ്. നമ്മുടെ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ്. ഓക്കെ, ഇത് മെഗ്രോ ഹിൽ എഡ്യൂക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള 2023 39ാമത് എഡിഷൻ. ഓക്കെ, സോ അത്രയും പഴക്കമുള്ള ഒരു ബുക്കാണ്. അപ്പോൾ കുറച്ചും കൂടെ നല്ല എന്താ പറയാ, നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്ന ഒരു ബുക്കായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ റെഫറൻസ് ബുക്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ അഡീഷണൽ നോളജ് വേണമെന്നുണ്ടെങ്കിലും അപ്പോൾ എന്തെങ്കിലും പുതിയ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്സിനെ റിലേ ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ റെഫറൻസ് ബുക്സ് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ റെഫറൻസ് ബുക്സും ടെക്സ്റ്റ് ബുക്സും. സോ ഇവരെ നിങ്ങൾ മെയിൻ ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മൊഡ്യൂളിന്റെ സിലബസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ 4 മൊഡ്യൂളുകളിലുമായിട്ട് ഇവിടെ പഠിക്കാനുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു 4 മൊഡ്യൂളുകളാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, സോ ഈ 4 മൊഡ്യൂളുകളിലുമായിട്ട് നിങ്ങൾ ഈ ഒരു പേപ്പറിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് കാൽക്കുലസിന്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. ഓക്കെ, കാൽക്കുലസ്, ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ഇതിന്റെയൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ ആണ് നിങ്ങൾ ഇവിടെ പഠിക്കുക. ഓക്കെ, കാൽക്കുലസ് ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും. സോ ഈ ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും ഒക്കെ എന്താണെന്ന് നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിൽ പഠിച്ചിട്ട് നമ്മൾ പിന്നത്തെ മൊഡ്യൂളുകളിലേക്ക് വരുമ്പോൾ മൾട്ടി വേരിയബിൾ കാൽക്കുലസിലേക്ക് കടക്കും. ഒപ്റ്റിമൈസേഷൻ, കാൽക്കുലസ് യൂസ് ചെയ്തിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സിലേക്കും ഒക്കെ നമ്മൾ കടക്കും. ഓക്കെ, സോ കാൽക്കുലസ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിന്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്രയും അധികം എഞ്ചിനീയറിംഗിനെ ഫ്യൂവൽ ചെയ്യുന്നത് തന്നെ കാൽക്കുലസ് ആണെന്ന് പറയാം. ഓക്കെ, കാൽക്കുലസ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി പഠിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ക്വാണ്ടിറ്റി, അങ്ങനെ നമുക്ക് എന്തൊരു ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളെയും പറ്റി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാൽക്കുലസ് വേണം. ഓക്കെ, സോ അങ്ങനെ കാൽക്കുലസിനെ പറ്റിയിട്ടാണ് നമുക്ക് ഈ 4 മൊഡ്യൂളുകളിലും മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ സിലബസ് എങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങളെ എന്താ ചെയ്യുന്നത്, കാൽക്കുലസിലേക്ക് ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ കാൽക്കുലസ് നിങ്ങൾക്ക് നോളജ് ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇവിടെ പഠിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ലിമിറ്റ്സ് ഓഫ് ഫംഗ്ഷൻസ്, കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് ആൻഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. ഓക്കെ, ലിമിറ്റ് നിങ്ങൾക്ക് അറിയാലോ, ലിമിറ്റ് നിങ്ങൾ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും +2 അല്ലെ. അപ്പോൾ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് നമ്മൾ ആദ്യം പഠിക്കുക.
ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യും? റേറ്റ് ഓഫ് ചേഞ്ച്, ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ്, ഡെറിവേറ്റീവ് ആസ് എ ഫംഗ്ഷൻ. സോ എന്നിട്ട് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ചിലേക്കും ഡെറിവേറ്റീവ്സിലേക്കും കടക്കും. ഓക്കെ, അപ്പൊ ഡെറിവേറ്റീവ്സ് നമ്മൾ ബേസിക്സിന്ന് തൊട്ട് തന്നെ നിങ്ങളെ പഠിപ്പിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് ആൻഡ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ്. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, സെക്കൻഡ് ഡെറിവേറ്റീവ് എങ്ങനെയാണ്, തേർഡ് എങ്ങനെയാണ്, ഫോർത്ത് എങ്ങനെയാണ്, അങ്ങനെ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ ഇൻസ്റ്റന്റേനിയസ് റേറ്റ്സ് ഓഫ് ചേഞ്ച്, ചെയിൻ റൂൾ, ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ, ടാൻജന്റ് ആൻഡ് നോർമൽ കർവ്. ഓക്കെ, അങ്ങനെ ഡിഫറൻഷിയേഷൻ പഠിച്ചിട്ട് നമ്മൾ അതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കും. ദെൻ ഡിഫറൻഷിയേഷന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചെയിൻ റൂളും ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷനും ടാൻജന്റ് ആൻഡ് നോർമൽ ലൈൻസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതും ഒക്കെ ടെക്നിക്സ് ഒക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ അടുത്തതാണ് നമ്മുടെ ലീനിയറൈസേഷൻ, കോൺകേവിറ്റി എന്നൊക്കെ. ഓക്കെ, സോ ലീനിയറൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ ഒപ്റ്റിമൈസേഷനിലും കാര്യങ്ങളിലും ഒക്കെ വരുന്ന ഒരു ടോപ്പിക്കാണ് ലീനിയറൈസേഷൻ ഒക്കെ. ഓക്കെ, നമ്മുടെ ഈ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് സാധാരണ ലീനിയറൈസേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ പഠിക്കും. ദെൻ കോൺകേവിറ്റി, നമ്മുടെ ഈ എന്താ പറയാ, നമ്മുടെ ഈ മാക്സിമ മിനിമ എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ടുള്ളതാണ് കോൺകേവിറ്റി. സോ കോൺകേവിറ്റി യൂസിങ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ടെസ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ കോൺകേവിറ്റി. ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കോൺകേവിറ്റിയും അനലൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ കാൽക്കുലസിലേക്ക് ലാൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മൊഡ്യൂളാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ. ഓക്കെ, ദെൻ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്താണ്, ഒരു വേരിയബിളിൽ നിന്ന് മൾട്ടി വേരിയബിൾ കേസിലേക്ക് കടക്കും. ഓക്കെ, സോ സെക്കൻഡ് വേരിയബിളിൽ നമ്മൾ ഫംഗ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ്. ഓക്കെ, ഒറ്റ വേരിയബിളിന്റെ ഫംഗ്ഷൻ അല്ലാണ്ട് ഒന്നിലധികം, ഇപ്പോ എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് 2 വേരിയബിളോ 3 വേരിയബിളോ ഒക്കെ വരുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക. കാരണം ഒരു കാര്യങ്ങളെയും ഒരു സിസ്റ്റംസിനെയും എന്തല്ല, ഒരു വേരിയബിൾ മാത്രം എഫക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റവും നമുക്ക് ഇന്നില്ല, അല്ലെ? ഒരേ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട്. സോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുക. ഓക്കെ, എന്നിട്ട് അതിന്റെ ഡൊമൈനും റേഞ്ചും ഒക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് പഠിക്കും. ദെൻ ലെവൽ കർവ്സ് ഓഫ് 2 വേരിയബിൾസ്, എങ്ങനെയാണ് 2 വേരിയബിൾസിന്റെ ലെവൽ കർവ്സ് വരയ്ക്കുന്നത്. ദെൻ ആ 2 ബൈവേരിയറ്റ് കേസിലെ ലിമിറ്റ് ഫോർ ഫംഗ്ഷൻസ് പഠിക്കും. ദെൻ കണ്ടിന്യൂറ്റി ഓഫ് ഫംഗ്ഷൻസും പഠിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മൾ ആദ്യം നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ എത്തുമ്പോൾ നമ്മൾ ബൈവേരിയേറ്റ്സ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ നമ്മൾ പരിചയപ്പെടും. അതിന്റെ ലിമിറ്റും കണ്ടിന്യൂറ്റിയും നമ്മൾ പഠിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് എ ഫംഗ്ഷൻസ് ഓഫ് മോർ ദാൻ 2 വേരിയബിൾസ്, 2-ലധികം വേരിയബിൾസ് ഉണ്ടാവുന്ന സമയത്ത് പാർഷ്യൽ ഡെറിവേറ്റീവ് എങ്ങനെയാണ് കാണുന്നതെന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, ഫസ്റ്റ് ഒറ്റ വേരിയബിളിന്റെ ഫംഗ്ഷൻ മാത്രം ആവുമ്പോൾ നമുക്ക് അവിടെ ജസ്റ്റ് സാധാരണ ഡെറിവേറ്റീവ് ആയിരുന്നു. അപ്പോൾ ഒന്നിലധികം അല്ലെങ്കിൽ 2ഓ അതിലധികമോ വേരിയബിൾസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കാണുന്നതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പൊ പാർഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ കാണില്ല, നമ്മൾ ഓരോ വേരിയബിൾ ആയിട്ടായിരിക്കും കാണുക. ഓക്കെ, so partial derivative of functions of more than 2 variables, then partial derivatives and continuity. Partial derivatives യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ continuity അനലൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കും. then second order partial derivatives using mixed derivative theorem. ഓക്കെ, സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്നും അതുപോലെ മിക്സഡ് ഡെറിവേറ്റീവ് തിയറം എന്താണെന്നും ഒക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ നമ്മൾ ചെയിൻ റൂൾ, പാർഷ്യൽ ഡെറിവേറ്റീവ്സിലെ അല്ലെങ്കിൽ ബൈവേരിയറ്റ് കേസിലെ ചെയിൻ റൂള് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ആണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഓക്കെ, ഒന്നിലധികം വരുന്ന മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇപ്പോ റിയൽ വേൾഡ് നോക്കുകയാണെങ്കിലും നമുക്ക് അവിടെ സിംഗിൾ വേരിയബിൾ ആയിട്ടുള്ള സിസ്റ്റംസ് കുറവാണ്, അല്ലെ? അപ്പൊ മൾട്ടി വേരിയബിൾ കാൽക്കുലസിന് നോളജ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ മൊഡ്യൂൾ 3യിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്താണ്, മൊഡ്യൂൾ 3യിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ 2 വേരിയബിൾസിനെ പറ്റിയിട്ടാണ് പഠിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ തേർഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ എന്താണ്, 2-ലധികം 3 വേരിയബിൾസ് ഒക്കെ വരുന്ന സമയത്തുള്ള ഫംഗ്ഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ചെയിൻ റൂൾ, ദെൻ ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾസ്. ഓക്കെ, 3 വേരിയബിൾസിന്റെ ഫംഗ്ഷൻ വരുന്ന ചെയിൻ റൂൾ പഠിക്കും. ദെൻ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ടേം. ഓക്കെ, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ പ്ലെയിൻ. Okay, then interpretation of directional derivative, gradient and properties of directional derivative. Okay, so ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം പഠിക്കുന്നത്. ഓക്കെ, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് നമുക്ക് ആക്ച്വലി എന്തിനാണ്, നമുക്ക് ഈ മാക്സിമം സ്ലോപ്പ് വരുന്ന അല്ലെങ്കിൽ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് വരുന്ന ഡയറക്ഷൻ ഒക്കെ കണ്ടുപിടിക്കാനാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഉള്ളത്. ഓക്കെ, അപ്പം അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതിന്റെ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ
അത് കഴിഞ്ഞ് നമ്മൾ എക്സ്ട്രീമ, നമ്മൾ ഈ എന്താ പറയാ, നമ്മൾ മാക്സിമം മിനിമ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് കടക്കുകയാണ്. ഓക്കെ, സോ വി ഫൈൻഡ് ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ഓഫ് ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ്. സോ 2 വേരിയബിൾസിന്റെ, ഇവിടെ ഇപ്പൊ നമ്മൾ ഈ നേരത്തെ കോൺകേവിറ്റി ഒക്കെ നോക്കിയപ്പോൾ നമ്മൾ അവിടെ സിംഗിൾ വേരിയബിൾസിന്റെ മാക്സിമ മിനിമ നോക്കുന്നത് നമ്മൾ കണ്ടു. ഓക്കെ, എന്നിട്ട് നമ്മൾ തേർഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ 2 വേരിയബിൾസ് വരുന്ന സമയത്തെ എങ്ങനെയാണ് മാക്സിമം, ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമം ഒക്കെ കണ്ടുപിടിക്കുന്നതും റിലേറ്റീവ് മാക്സിമം മിനിമം ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ നോക്കി. ഓക്കെ, നോക്കും. Then first derivative theorem for local extreme values. So local extreme values കണ്ടുപിടിക്കാനുള്ള first derivative theorem പഠിക്കും. Then critical point എന്താണെന്നും saddle point എന്താണെന്നും നമ്മൾ പഠിക്കും. ഓക്കെ, അതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് critical point. ഓക്കെ, സോ ഈ ഒരു ഫസ്റ്റ് ഡെറിവേറ്റീവ് തിയറത്തിൽ നിന്ന് നമുക്ക് അവിടുത്തെ ഒരു സ്പെഷ്യൽ കേസ് വരുമ്പോഴാണ് ഈ സാഡിൽ പോയിന്റും ക്രിട്ടിക്കൽ പോയിന്റും ഒക്കെ നമുക്ക് കിട്ടുക. Okay, then second derivative test for local extreme values, absolute maxima and minima and on closed bounded regions. Okay, അപ്പോൾ then നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പഠിക്കും. then absolute maxima and minima on closed bounded regions. closed bounded regionsലെ absolute maxima minima കണ്ടുപിടിക്കുന്നതും നമ്മൾ പഠിക്കും. Okay, then നമ്മുടെ ഫൈനൽ മൊഡ്യൂൾ. ഓക്കെ, അപ്പൊ ഫൈനൽ മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് അപ്പോ അവിടെ നമ്മൾ മാക്സിമൈസേഷനും മിനിമൈസേഷനും, ഫംഗ്ഷൻസിന്റെ മാക്സിമൈസേഷനും മിനിമൈസേഷനും ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ദെൻ നമ്മൾ 4ാമത്തെ മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്തോ, 4ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഓരോ കൺസ്ട്രെയിൻസിന്റെ ഉള്ളിലും നമുക്ക് ഒരു ഫംഗ്ഷനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ, മാക്സിമൈസ് ചെയ്യാനോ മിനിമൈസ് ചെയ്യാനോ ഒക്കെയുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ 4ാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഓക്കെ, കൺസ്ട്രെയിൻഡ് മാക്സിമ ആൻഡ് മിനിമ. കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ ചില കണ്ടീഷൻസിന്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെ ഒരു ഫംഗ്ഷന്റെ മാക്സിമം കണ്ടുപിടിക്കാം, എങ്ങനെ മിനിമം കണ്ടുപിടിക്കാം എന്നൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് ലഗ്രാഞ്ചി മൾട്ടിപ്ലയേഴ്സ് വിത്ത് 1 കൺസ്ട്രെയിൻ, ദെൻ മെത്തേഡ് ഓഫ് ലഗ്രാഞ്ചി മൾട്ടിപ്ലയേഴ്സ് വിത്ത് 2 കൺസ്ട്രെയിൻസ്. ഓക്കെ, ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്, ഇക്വേഷൻ പഠിച്ചാൽ തന്നെ കിട്ടുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഈ ലഗ്രാഞ്ചിയസ് മൾട്ടിപ്ലയേഴ്സിന്റെ ഒറ്റ കൺസ്ട്രെയിന്റ് വരുന്നതും 2 കൺസ്ട്രെയിന്റ്. കൺസ്ട്രെയിന്റ് എന്ന് പറയുമ്പോൾ കണ്ടീഷൻസ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ മാക്സിമൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ പക്ഷേ നമുക്ക് അവിടെ ഒരു നമ്മുടെ ലിമിറ്റിംഗ് കണ്ടീഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാക്സിമൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണത്. ഓക്കെ, ദെൻ മെത്തേഡ് ഓഫ് സ്റ്റീപ്പസ്റ്റ് ഡിസെന്റ്. ഓക്കെ, ഗ്രേഡിയന്റ് ഡിസെന്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അതാണ് ഇത് പറയുന്നത്. ഓക്കെ, അതിനെ പറ്റി അതിന്റെ 2 വേരിയബിൾ കേസ് നമ്മൾ പഠിക്കും. ദെൻ എൽ പി പി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മേ ബി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. നമ്മുടെ ഈ അതിന്റെ ഒരു ചെറിയ പാർട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഗ്രാഫ് വെച്ചിട്ട് നിങ്ങൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ? സോ അത് LPP തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫോർമേഷൻ സൊല്യൂഷൻ ഓഫ് LPP യൂസിങ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് LPPയുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ 4ാമത്തെ മൊഡ്യൂളിൽ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, എങ്ങനെ ഒരു ഫംഗ്ഷന്റെ മാക്സിമം മിനിമം കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുക. ഓക്കെ, അതിന്റെ ഓരോ എക്സാമ്പിൾസും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം റിയൽ ലൈഫിൽ ആപ്ലിക്കബിൾ ആണെന്ന്. ഓക്കെ, അങ്ങനെയുള്ള എക്സാമ്പിൾസ് ആയിരിക്കും നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പൊ റെഡി അല്ലേ നിങ്ങള്? നമ്മുടെ 4 മൊഡ്യൂളിലും പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലെ? നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. മാക്സിമം മിനിമം ആണെങ്കിലും ഡെറിവേറ്റീവ്സ് കാണുന്നതാണെങ്കിലും LPP ഒക്കെ ആണെങ്കിലും പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലെ? അപ്പൊ അത് നിങ്ങൾക്ക് അവിടെ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അവിടെ ഫൗണ്ടേഷൻ ഇല്ലാണ്ടിരിക്കാൻ ചാൻസ് ഇല്ല. കാരണം എഞ്ചിനീയറിംഗ് പഠിക്കാൻ വന്നിരിക്കുകയാണ് അല്ലെ? അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ നന്നായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയായിരിക്കും ഇത്. ഓക്കെ, അപ്പൊ മാക്സിമം എല്ലാവരും സപ്ലി ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് പാസ്സാവാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കാരണം സപ്ലി വന്നു കഴിഞ്ഞാൽ പിന്നെ പാടാണ്, എഴുതി എടുക്കണ്ടേ അത്. സോ അത് പാടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിക്കാം. ഓക്കെ, ഇന്റേണൽ എക്സാം ഉണ്ട്, സെം എക്സാമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ഇപ്പൊ തന്നെ പഠിക്കണം. ഓക്കെ, ലാസ്റ്റ് സമയത്തേക്ക് വെക്കരുത്. ഓക്കെ, അപ്പോ ഇതാണ് നമുക്ക് ഈ 4 മൊഡ്യൂളുകളിലായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഒന്നുമില്ല, നമ്മുടെ ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും ഒക്കെ തന്നെയാണ്. ഈ ഒരു പേപ്പർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ എന്താണ് ആ സംഭവങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഓക്കെ, എന്തിനാണ് നമ്മൾ അതൊക്കെ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ഈ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ഒക്കെ നമ്മുടെ ഈ എന്താ പറയാ
ഈ എറർ മിനിമൈസേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡേൺ ടെക്നോളജീസ്, ഇപ്പൊ മെഷീൻ ലേണിംഗ് ആണെങ്കിലും റോബോട്ടിക്സ് ആണെങ്കിലും AI ആണെങ്കിലും ഒക്കെ അവരൊക്കെ ഒപ്റ്റിമൈസേഷൻ യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു ടെക്നിക്സ് ആണ്, ഈ മെത്തേഡ് ഓഫ് സ്റ്റീപ്പസ്റ്റ് ഡിസെന്റ്. ഇതൊക്കെ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ടു ML AIDS എന്നൊക്കെ പറയുന്ന പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും, ML ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ. അപ്പോൾ അതിലൊക്കെ ഈ ഒരു സ്റ്റീപ്പസ്റ്റ് ഡിസെന്റ് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ എത്തുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് നോക്കി പോവാം, പഠിക്കാം. ഓക്കെ, അപ്പോ നമ്മളിത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ എത്രത്തോളം ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടോപ്പിക്സുകളുടെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഏതൊക്കെ ഇൻഡസ്ട്രിയിലാണ്? ഫസ്റ്റ് ഇൻഡസ്ട്രി ഈസ് എയറോസ്പേസ് ആൻഡ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ്. ഓക്കെ, എയറോസ്പേസ് ആൻഡ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗിലെ വെഹിക്കിൾ മോഷൻ അനാലിസിസിൽ നമുക്ക് എന്താണ്, യൂസിങ് ഡെറിവേറ്റീവ്സ് ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് to calculate velocity, acceleration, fuel efficiency and braking performance in electrical vehicles, racing cars and autonomous vehicles. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നതാണ് നമ്മൾ എങ്ങനെയാണ് വെലോസിറ്റി കണ്ടുപിടിക്കുക? ഡിസ്റ്റൻസ് ബൈ ടി, സ്പീഡ് അല്ലെ, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു സ്പീഡ്. ഓക്കെ, അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു അനദർ ക്വാണ്ടിറ്റി, അതാണ് നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ ഈ വെഹിക്കിൾ മോട്ടോർ അനാലിസിസിലൊക്കെ നമുക്ക് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഒക്കെ അവിടെ ഓരോ പോയിന്റിലെയും വെലോസിറ്റി ഡെറിവേറ്റീവ് നോക്കിയിട്ടാണ്. ഓക്കെ, ദെൻ റോക്കറ്റ് ട്രാജക്ടറി പ്രഡിക്ഷൻ. സോ ഈ ഒരു റോക്കറ്റ് നമ്മൾ ഇവിടെ നിന്ന് അയച്ചു കഴിഞ്ഞാൽ അതിന്റെ ട്രാജക്ടറി പ്രഡിക്ഷൻ ഒക്കെ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്ലൈയിങ് കാൽക്കുലസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ ടു ഡിറ്റർമൈൻ ദ സേഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഫ്യൂവൽ എഫിഷ്യന്റ് പാത്ത് ഫോർ റോക്കറ്റ്സ് ആൻഡ് സാറ്റലൈറ്റ്സ് ഇൻ എയറോസ്പേസ് മിഷൻസ്. ഓക്കെ, സോ ഒരു റോക്കറ്റ് നമ്മൾ ഇവിടെ നിന്ന് വിടുന്ന സമയത്ത് നമ്മൾ അതിനെ ജസ്റ്റ് അങ്ങനെ വിടുകയല്ല, നമ്മളിവിടെ അത് പോവാൻ ചാൻസ് ഉള്ള ഓരോ റൂട്ടും നമ്മൾ നോക്കും. അതിൽ ഏറ്റവും ഫ്യൂവൽ എഫിഷ്യന്റ് ആയിട്ട് ഏത് റൂട്ടിലൂടെ പോയാലാണ് നമുക്ക് അവിടെ എത്താൻ പറ്റുക എന്നൊക്കെ നമ്മൾ നോക്കും. ഓക്കെ, ഇപ്പൊ നമ്മുടെ മംഗൾയാനൊക്കെ ഇല്ലേ, നമ്മുടെ മംഗൾയാനൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മംഗൾയാനൊക്കെ അത്രയും നമ്മൾ കോസ്റ്റ് കുറച്ചിട്ടാണ് മംഗൾയാനെ നമ്മൾ ചൊവ്വയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. സോ അതെന്തുകൊണ്ടാണ് നമുക്ക് അതിനെ അത്രയും എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത്? നമ്മൾ അത്രയും കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് സോളാർ എനർജി മാക്സിമം യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന പാത്ത് നോക്കി. ഓക്കെ, അങ്ങനെ അവര് ഒപ്റ്റിമൈസ് ചെയ്തു. ഓക്കെ, അപ്പൊ അവർ അത്രയും മാത്സിൽ അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ അവർക്ക് കറക്റ്റ് ആയിട്ട് ആ ട്രാജക്ടറി അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, അതിനെ മാർസിലേക്ക് വിട്ടിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെ നമ്മളിപ്പോ റോക്കറ്റ്സിന്റെയും അങ്ങനത്തെ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുടെയൊക്കെ ട്രാജക്ടറി പ്രഡിക്ഷനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിന് നമ്മൾ അത്രയും അക്യുറേറ്റ് ആയിട്ട് നമ്മൾ അത് ചെയ്യാം. സോ ദെൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ AI മോഡൽ ട്രെയിനിങ്. ഓക്കെ, അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നമ്മൾ മോഡൽസിനെ ട്രെയിൻ ചെയ്യുന്നതിലൊക്കെ നമ്മൾ ഇത് ഹെൽപ്പ് ചെയ്യും. യൂസിങ് മാക്സിമ, മിനിമ ആൻഡ് സ്റ്റീപ്പസ്റ്റ് ഡിസെന്റ് മെത്തേഡ്സ് ടു മിനിമൈസ് പ്രഡിക്ഷൻ എറേഴ്സ് ബൈ ട്രെയിനിങ് മെഷീൻ ലേണിംഗ് ആൻഡ് ഡീപ് ലേണിംഗ് മോഡൽസ്. ഓക്കെ, സോ ഡീപ് ലേണിംഗ് മെഷീൻ ലേണിംഗ് മോഡൽസിനൊക്കെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പ്രഡിക്ഷനിലെ എറേഴ്സ് മിനിമൈസ് ചെയ്യാൻ, ഓക്കെ, നമ്മൾ എപ്പോഴും ഈ സ്റ്റീപ്പസ്റ്റ് ഡിസെന്റ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് ഈ മിനിമം എറേഴ്സ് ഉള്ള ഡയറക്ഷനിലേക്ക് നമ്മൾ ഒരു ക്വാണ്ടിറ്റീനെ കൊണ്ടുപോകുന്ന മെത്തേഡാണ്. അപ്പോൾ ഈ സ്റ്റീപ്പസ്റ്റ് ഡിസെന്റ് വർക്ക് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ പ്രഡിക്ഷന്റെ എറേഴ്സ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ റോബോട്ടിക് നാവിഗേഷൻ നോക്കുകയാണെങ്കിൽ അപ്ലൈയിങ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ആൻഡ് ഗ്രേഡിയൻസ് ടു ഹെൽപ്പ് റോബോട്ടിക് സിസ്റ്റംസ് ഐഡന്റിഫൈ ദ ബെസ്റ്റ് ഡയറക്ഷൻ ഫോർ മൂവ്മെന്റ് ആൻഡ് ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ്. ഓക്കെ, ഇപ്പൊ റോബോട്ട്സിന്റെ നാവിഗേഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് റൂട്ട്, ആ റോബോട്ട് സിസ്റ്റത്തിന്റെ ബെസ്റ്റ് റൂട്ട് കണ്ടുപിടിക്കാൻ അത് അവിടെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ മോഷൻ വരുന്ന ടൈപ്പ് ഓഫ് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവും ഒക്കെയാണ്. ഓക്കെ, ആൻഡ് ആ മോഷനിലെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള പാത്വേ കണ്ടുപിടിക്കാൻ ഒപ്റ്റിമൈസേഷനും ഹെൽപ്പ് ചെയ്യും അല്ലെ. സോ നോക്ക്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, ഗെയിമിംഗ് ആൻഡ് ആനിമേഷനിൽ നോക്കുകയാണെങ്കിൽ യൂസിങ് ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ് ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ടു ക്രിയേറ്റ് റിയലിസ്റ്റിക് 3D എൻവയോൺമെന്റ്സ്, ലൈറ്റിംഗ് ആൻഡ് ഒബ്ജക്ട് മോഷൻ ഇൻ ഗെയിംസ് ആൻഡ് ആനിമേറ്റഡ് മൂവീസ്. ഓക്കെ, അപ്പൊ ഈ ഗെയിംസിലും ആനിമേറ്റഡ് മൂവീസിലും ഒക്കെ എന്താണ്, അവിടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള 3D എൻവയോൺമെന്റും അതുപോലെ അതിന്റെ ലൈറ്റിങ്ങും ഒബ്ജക്ട് മോഷനും ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അതിന്റെ 3D സർഫസ് മോഡലിംഗ് അതിൽ നമ്മുടെ
എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മൾട്ടി വേരിയബിൾ ഫംഗ്ഷനും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരുടെ പലത് വെച്ചിട്ട് ഇപ്പൊ ഒരെണ്ണം നമ്മൾ സ്റ്റേഷനറി ആയിട്ട് വെച്ചിട്ട് മറ്റേത് മൂവ് ചെയ്യിക്കുമ്പോൾ ചേഞ്ചും അതൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇമേജ് എഡ്ജ് ഡിറ്റക്ഷൻ, ഓരോ ഇമേജസിന്റെയും എഡ്ജസ് ഡിറ്റക്ട് ചെയ്യുന്നതിലൊക്കെ അവിടെ നമ്മൾ ഗ്രേഡിയന്റ് ഡിസെന്റ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടു ഡിറ്റക്ട് ബൗണ്ടറീസ് ആൻഡ് ഷേപ്സ് ഇൻ ഇമേജ് പ്രോസസിംഗ് ആൻഡ് കമ്പ്യൂട്ടർ വിഷൻ സിസ്റ്റംസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ എന്താ പറയാ, നമ്മളിപ്പോ പഴയ ഫോട്ടോസ് കൊടുത്തിട്ട് അതിനെ റിന്യൂ ചെയ്യുന്ന ഒരു ടെക്നിക് ഒക്കെ ഉണ്ടല്ലോ, ജെമിനിയിലൊക്കെ ഉണ്ട് അല്ലെ. സോ അതിലൊക്കെ നമുക്ക് ഈ കറക്റ്റ് ഈ ഇമേജസിന്റെ ബൗണ്ടറീസ് ഏതാണെന്ന് ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് ഈ ഗ്രേഡിയന്റ് ഡിസെന്റും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് സിഗ്നൽ പ്രോസസിംഗിലോ അതില് സിഗ്നൽ ഒപ്റ്റിമൈസേഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സിഗ്നൽസ് എന്നൊക്കെ പറയുമ്പോൾ കുറേ അധികം പാത്ത് വേസിലൂടെ പോകേണ്ട ആളാണ് അല്ലെ. അപ്പൊ അതില് കറക്റ്റ് ഏത് പാത്തിലൂടെ പോയി കഴിഞ്ഞാൽ ആ സിഗ്നലിന്റെ ലോസ്, ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ പറ്റും, എവിടെയാണ് നോയിസ് കുറവ്, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒപ്റ്റിമൈസേഷൻ നമുക്കത് പറഞ്ഞു തരും. ഓക്കെ, യൂസിങ് ലീനിയറൈസേഷൻ ആൻഡ് ഡിഫറൻഷ്യൽ കോൺസെപ്റ്റ്സ് ടു ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ ക്വാളിറ്റി and reduce distortion in mobile and satellite communication systems. Okay, so കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലൊക്കെ നമുക്ക് പല സിഗ്നൽസും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരു സിഗ്നൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിക്കാൻ നമ്മൾ ഇത് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ നെറ്റ്വർക്ക് ട്രാഫിക് കൺട്രോളിലാണെങ്കിലോ അപ്ലൈയിങ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ആൻഡ് ലീനിയർ പ്രോഗ്രാമിംഗ് ടു എഫിഷ്യന്റ്ലി മാനേജ് ഇന്റർനെറ്റ് ട്രാഫിക്, ബാൻഡ്വിഡ്ത്ത് അലോക്കേഷൻ ആൻഡ് ഡാറ്റ റൂട്ടിംഗ്. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഈ നെറ്റ്വർക്ക് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ഒപ്റ്റിമൈസേഷൻ നമുക്ക് കാണാം. ഓക്കെ, കാരണം ഒപ്റ്റിമൈസേഷൻ ആണ് നമുക്ക് കറക്റ്റ് അത് നമ്മളൊരു സിഗ്നൽ അല്ലെങ്കിൽ നമ്മളൊരു വഴി കണ്ടുപിടിക്കുകയാണെങ്കിലൊക്കെ ഒപ്റ്റിമൈസേഷൻ ആണ് നമുക്കത് എഫക്റ്റീവ് ആയിട്ടുള്ള പാത്ത് വേ കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മെഡിക്കൽ ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിലെ മെഡിക്കൽ ഇമേജിംഗ് ഇതിൽ യൂസിങ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസ് ടു പ്രോസസ് MRI ആൻഡ് CT സ്കാൻ ഇമേജസ് ഫോർ ക്ലിയറർ ഡയഗ്നോസിസ് ആൻഡ് അനാലിസിസ്. സോ MRIയിലും CT സ്കാനിലും ഒക്കെ കറക്റ്റ് ആയിട്ട് ആ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സും കാൽക്കുലസും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഹാർട്ട് സിഗ്നൽ മോണിറ്ററിംഗിൽ അപ്ലൈയിങ് റേറ്റ്സ് ഓഫ് ചേഞ്ച് ആൻഡ് ഗ്രേഡിയന്റ് അനാലിസിസ് ടു മോണിറ്റർ ECG സിഗ്നൽസ് ആൻഡ് ഡിറ്റക്ട് അബ്നോർമാലിറ്റീസ് ഇൻ ഹാർട്ട് ആക്ടിവിറ്റി. ഓക്കെ, സോ ഹാർട്ട് സിഗ്നൽസ് മോണിറ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ടിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ആ പോയിക്കൊണ്ടിരിക്കുന്ന പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. സോ ഈ റേറ്റ് ഓഫ് ചേഞ്ചും ഗ്രേഡിയന്റ് അനാലിസിസും ഒക്കെ വഴി കിട്ടുന്ന ഡാറ്റ വെച്ചിട്ട് നമുക്കത് എന്ത് ചെയ്യാം, നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ സ്മാർട്ട് സിറ്റീസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഇതിലോ ട്രാഫിക് ഫ്ലോ ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസിലൊക്കെ വരുന്നത് നമ്മുടെ ഈ ടെക്നിക്സ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. സോ ട്രാഫിക് ഫ്ലോ ഒപ്റ്റിമൈസ് ചെയ്യാൻ യൂസിങ് ലീനിയർ പ്രോഗ്രാമിംഗ് ആൻഡ് കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ ടു റെഡ്യൂസ് ട്രാഫിക് കൺജഷൻ ആൻഡ് ഒപ്റ്റിമൈസ് സിഗ്നൽ ടൈമിംഗ് ഇൻ സ്മാർട്ട് സിറ്റി സിസ്റ്റംസ്. ഓക്കെ, സോ ഈ ട്രാഫിക്കിലൊക്കെ വരുന്ന കണ്ടീഷൻസ് ഒക്കെ മിനിമൈസ് ചെയ്യാനും അതുപോലെ എഫക്റ്റീവ് ആയിട്ട് ഫ്യൂവൽ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാനും ഒക്കെ നമ്മുടെ ഈ ലീനിയർ പ്രോഗ്രാമിങ്ങും ബാക്കി ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ GPS റൂട്ട് പ്രഡിക്ഷൻ, നമ്മുടെ GPS റൂട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ GPS റൂട്ട് പ്രഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് അത് അപ്ലൈയിങ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ടു ഡിറ്റർമൈൻ ഷോർട്ടസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് നാവിഗേഷൻ പാത്ത് ഇൻ മാപ്പിംഗ് ആപ്ലിക്കേഷൻ ലൈക്ക് ഗൂഗിൾ മാപ്പ്. ഓക്കെ, അപ്പൊ ആ പാത്തില് നമ്മൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാൻ നിൽക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, പല വഴികളും ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഞാൻ കോഴിക്കോട്ടിൽ നിന്ന് ഇപ്പോ വേറെ എങ്ങോട്ടെങ്കിലും ഫറൂഖിലേക്ക് പോകാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല വഴി എനിക്കുണ്ട് അല്ലെ, പല വഴി കൂടെ എനിക്ക് പോകാൻ പറ്റും. സോ അതിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്ന പാത്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് GPS അല്ലെ. സോ ആ GPSന്റെ ഉള്ളിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ അവിടെ അങ്ങനെ. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ സ്പേസ് സയൻസ് ആൻഡ് സാറ്റലൈറ്റ് എഞ്ചിനീയറിംഗ്. ഓക്കെ, സോ സ്പേസ് സയൻസിലൊക്കെ നല്ലോണം വരുന്നത് ഈ ഒരു മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ആണ്. നോക്ക്, സാറ്റലൈറ്റ് ഇമേജ് അനാലിസിസ് യൂസിങ് മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ടു പ്രോസസ് സാറ്റലൈറ്റ് ഡാറ്റ ഫോർ വെതർ ഫോർകാസ്റ്റിംഗ്, എൻവയോൺമെന്റൽ മോണിറ്ററിംഗ് ആൻഡ് പ്ലാനറ്ററി ഒബ്സർവേഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ വെതർ ഫോർകാസ്റ്റിംഗിലും എൻവയോൺമെന്റൽ മോണിറ്ററിംഗിലും പ്ലാനറ്ററി ഒബ്സർവേഷനിലും ഒക്കെ നമ്മുടെ മൾട്ടി വേരിയബിൾ കാൽക്കുലസ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ സ്പേസ് ക്രാഫ്റ്റ് കൺട്രോൾ സിസ്റ്റം അപ്ലൈയിങ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഗ്രേഡിയന്റ് ബേസ്ഡ് മെത്തേഡ്സ് ടു സ്റ്റെബിലൈസ് ദ സ്പേസ് ക്രാഫ്റ്റ് ഓറിയന്റേഷൻ ആൻഡ് ഇംപ്രൂവ് മിഷൻ എഫിഷ്യൻസി. ഇപ്പോ നമ്മളിപ്പോ എന്താ പറയാ,
നമ്മൾ ഔട്ടർ സ്പേസിലേക്ക് എന്തെങ്കിലുമൊക്കെ വെഹിക്കിൾസ് ഒക്കെ നമ്മൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മാനുവലി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ. നമ്മൾ ഇവിടെ കൺട്രോൾ സ്റ്റേഷനിൽ ഇരുന്നിട്ട് വേണം അവിടെ പോയിട്ടുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. സോ അതിനൊക്കെ ഈ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സും ഗ്രേഡിയൻ ഡിസൈൻ മെത്തേഡും ഒക്കെ അവിടെ ഉണ്ടാവുന്ന എറേഴ്സ് മിനിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് ആൻഡ് ഓട്ടോമേഷൻ നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് മിനിമൈസേഷൻ. ഓക്കെ, അത് നിങ്ങൾക്ക് ആ ഒരു അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് മിനിമൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ലീനിയർ പ്രോഗ്രാമിങ്ങിന്റെയും ഒപ്റ്റിമൈസേഷന്റെ ഒക്കെ ഭയങ്കര ഒരു അപ്ലിക്കേഷൻ ആണ്. കാരണം നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കുറഞ്ഞ ചെലവിന്റെ ഉള്ളിൽ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഏത് വഴി കൂടെ പോയാൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും, അല്ലെങ്കിൽ ഏത് വഴി കൂടെ പോയാൽ ട്രാഫിക് കുറയും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്ന് നോക്കിയിട്ട് നമ്മളൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാം. ഓക്കെ, അണ്ടർ സർട്ടൻ കൺസ്ട്രെയിൻസ്. അതൊക്കെ നമ്മുടെ ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒപ്റ്റിമൈസേഷനിൽ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, യൂസിങ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ടു മാക്സിമൈസ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റി വൈൽ മിനിമൈസിങ് എനർജി കൺസംഷൻ ആൻഡ് വേസ്റ്റ് മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോ ലോസ് മിനിമം വരുന്ന രീതിയിൽ, എനർജി കൺസംഷൻ ഏറ്റവും കുറവ് വരുന്ന രീതിയിൽ അവിടെ നമുക്ക് റിസോഴ്സ് അലോക്കേഷൻ ചെയ്യുന്നതിന് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഓട്ടോമേറ്റഡ് മെഷീൻ കൺട്രോൾ. Okay, applying partial derivatives and gradient descent concepts for precision control in CNC machines and automated robotic assembly lines. ഓക്കെ, അപ്പൊ ഈ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള എല്ലാ സിസ്റ്റംസിലും നമുക്ക് അവിടെ ഈ ഗ്രേഡിയന്റ് ഡിസെന്റ് ഒക്കെ ആവശ്യമാണ്. ഓക്കെ, കാരണം നമ്മൾ അവിടെ മിനിമം എറർ വരുന്ന ഡയറക്ഷനിലാണ് നമ്മൾ റോബോട്ട്സിനെ മൂവ് ചെയ്യിക്കുക. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച പാർട്ടിയിൽ നിന്ന് മിനിമം എറർ വരുന്ന ഡയറക്ഷനിലാണ് റോബോട്ട്സ് ഒക്കെ മൂവ് ചെയ്യിക്കേണ്ടത്. സോ അതിന് നമ്മളെ ഗ്രേഡിയന്റ് ഡിസെന്റ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കൺസെപ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സെമ്മില് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്കിത് ഓരോ പാർട്ടും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ എങ്ങനെയാണ് അത് വരുന്നത് എന്ന് അറിഞ്ഞു തന്നെ നമുക്ക് പഠിക്കാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് എക്സാമിന് തലേന്ന് വന്നിട്ട് പഠിക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. സോ കോൺസെപ്റ്റ് ക്ലിയർ ആയി, അത് എവിടെയാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിന്റെ ബ്യൂട്ടി അറിഞ്ഞ് നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ എന്റെ കൂടെ തന്നെ പഠിച്ചിട്ട് പോകണം. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുക. അല്ലാണ്ട് ഇപ്പൊ എക്സാമിന്റെ തലേന്ന് ക്രാഷ് നോക്കി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി പഠിക്കാനാണെന്നുണ്ടെങ്കിൽ അതാർക്കും പഠിക്കാൻ പറ്റും അല്ലെ. പക്ഷെ നന്നായിട്ട് അറിഞ്ഞ് പഠിച്ച് ഇനി അങ്ങോട്ട് വരുന്ന സബ്ജക്റ്റുകളും ഒക്കെ ഇതിന്റെ ബേസ് ചെയ്തിട്ട് വരുന്ന സബ്ജക്റ്റുകളും ഒക്കെ നന്നായിട്ട് എക്സൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പൊ തന്നെ എന്റെ കൂടെ തന്നെ പഠിച്ചിട്ട് പോവാം. ഓക്കെ, സോ അതേപോലെ ഞാൻ ഇവിടെ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടേ, നിങ്ങളൊരു പേപ്പറും പെന്നും എടുത്തിട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി അല്ലേ മാത്സ് പഠിക്കാൻ? ബാക്കി എല്ലാ സബ്ജക്ട്സിന്റെയും കൂടെ തന്നെ അവരെല്ലാം ഹെൽപ്പ് ചെയ്യാനുള്ള ഒരാളാണ് മാത്സ്. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾക്ക് പേടിപ്പെടുത്താനുള്ള ഒരു സബ്ജക്റ്റ് അല്ല. നിങ്ങളുടെ ബാക്കി എഞ്ചിനീയറിംഗിലെ കോർ പേപ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ആളാണ് മാത്സ്. ഓക്കെ, സോ ആ ഒരു രീതിയിൽ നിങ്ങൾ മാത്സിനെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടിപൊളിയായിട്ട് ഈ സെമ്മിലെ ഓരോ കാര്യങ്ങളും നമുക്ക് പഠിച്ചിട്ട് പോവാം. അപ്പോൾ ഇപ്പൊ തന്നെ എല്ലാവരും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ പെട്ടെന്ന് കോഴ്സ് പർച്ചേസ് ചെയ്യും ഒക്കെ ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കാൻ വേണ്ടി നോക്കരുത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ഇനി നമുക്ക് ക്ലാസ്സിൽ വെച്ചിട്ട് കാണാം. സോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.